നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച സീറ്റുകൾ കിട്ടില്ലെന്ന് ബിജെപിക്ക് ആശങ്ക. എ+ മണ്ഡലങ്ങളിൽ തിരിച്ചടി നേരിടുമെന്നാണ് വിലയിരുത്തൽ. ജയസാധ്യതാ ലിസ്റ്റിൽ പാലക്കാടും വട്ടിയൂർക്കാവുമില്ല. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയെന്നും ബിജെപി വിലയിരുത്തുന്നു. കേരളത്തിൽ ഇത്തവണ 10ഓളം സീറ്റുകൾ ജയിക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ ഉറപ്പ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടത്തിയ അവലോകനത്തിൽ കാര്യങ്ങളത്ര എളുപ്പമല്ല. നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം എന്നീ 3 സീറ്റുകളിൽ മാത്രമാണ് ബിജെപി വിജയസാധ്യത കാണുന്നത്. 3ഇടങ്ങളിലും ശക്തമായ മത്സരം നടക്കുന്നുവെന്നാണ് കണക്കുകൾ. വട്ടിയൂർക്കാവും പാലക്കാടും വിജയസാധ്യതാ സീറ്റിലില്ല. വട്ടിയൂർക്കാവിൽ 3ാം സ്ഥാനത്തെത്തുമെന്നാണ് ബിജെപി വിലയിരുത്തുന്നത്. വിജയപ്രതീക്ഷയുണ്ടായിരുന്ന തിരുവനന്തപുരത്തെ കാട്ടാക്കടയിലും കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്ന ആറന്മുളയിലും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിലയിരുത്തലിൽ പ്രതീക്ഷയില്ല. മധ്യ കേരളത്തിൽ ഇത്തവണ മുന്നേറ്റമുണ്ടാക്കാമെന്നായിരുന്നു ബിജെപി പ്രതീക്ഷ. എന്നാൽ ഇവിടെയും തിരിച്ചടിയെന്നാണ് ബിജെപി വിലയിരുത്തൽ. ക്രിസ്തീയ വോട്ടുകൾ ലക്ഷ്യമിട്ട് നടത്തിയ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയതാണ് കാരണം. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി മത്സരിക്കുന്ന തിരുവല്ല, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മത്സരിക്കുന്ന കാഞ്ഞിരപ്പള്ളി, ഷോൺ ജോർജ് മത്സരിക്കുന്ന പാല, PC ജോർജ് മത്സരിക്കുന്ന പൂഞ്ഞാർ എന്നിവിടങ്ങളിലെല്ലാം തിരിച്ചടിയെന്നാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കണക്കുകൾ. FCRA ഭേദഗതി ഈ മേഖലകളിൽ തിരിച്ചടിയായി എന്നാണ് ബിജെപി വിലയിരുത്തൽ. നിലവിലെ കണക്ക് പ്രകാരം വോട്ട് ശതമാനത്തിലും കുറവ് വരുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ. ചുരുക്കത്തിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ പോലും കഴിയുമെന്ന ആശങ്കയിലാണ് ബിജെപി. മീഡിയ 1 തിരുവനന്തപുരം.